ഐ വി ദാസ് മാഷ് ഉൾപ്പെടെയുള്ള നാട്ടിൻപുറത്തെ എല്ലാ പുരോഗമന സംഘടനകളുടെയും പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞാനൊക്കെ ലൈബ്രറി കാണുമ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന ചന്ദ്രാട്ടിൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു സംസാരം നടത്താൻ എന്നെ യോഗ്യനാക്കിയിരിക്കുന്നത് അദ്ദേഹമൊക്കെ കാണിച്ചു തന്നിട്ടുള്ള നമ്മുടെ നാട്ടിലെ ഭഗത് സിംഗ് സ്മാരക വായനശാല പോലെയുള്ള മാതൃകാപരമായുള്ള വായനശാല പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നും ഈ രീതിയിൽ ഗവേഷണം നടത്താനും ഇങ്ങനെ ഇത്തരം പ്രസൻറ്റേഷൻ ഒരു ഇൻ്റർനാഷണൽ പ്രസൻറ്റേഷൻ നടത്താനുള്ള ഒരു തൻ്റെ ഇടം അല്ലെങ്കിൽ അതിനുള്ള പ്രാപ്തി എനിക്കുണ്ടായത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മുടെ കീനോട്ട് സ്പീച്ചിൽ ഡോക്ടർ രാം പറഞ്ഞതുപോലെ SR രംഗനാഥൻ്റെ 5 ലൈബ്രറി ലോസ് ഉണ്ട്. ലൈബ്രറി ലോസ് എന്ന് പറയുന്നത് 4 ലോ, അത് 5 ലോ, 4 എണ്ണം പറയുമ്പോൾ നമുക്കധികം എല്ലാവർക്കും മനസ്സിലാവുന്നത് തന്നെ. 5ാമത്തെ ഒന്നുണ്ട്, അതായത് ഫസ്റ്റ് വൺ പറയുന്നത് ബുക്സ് ആർ ഫോർ യൂസ്. അവിടെ തന്നെ അതിൻ്റെ ഡെമോക്രസി വന്നു. ബുക്സ് നമ്മുടെ വായിക്കുക എന്നുള്ളത് നമ്മുടെ ബുക്സ് ആർ ഫോർ യൂസ്. ബുക്സ് ലൈബ്രറിയിലെ ഷെൽഫിൽ വെച്ചിട്ട് ചില്ലലമാരകൾക്കുള്ളിൽ വെച്ച് അടച്ചു വെക്കാനുള്ളതല്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കൺസെപ്റ്റ്. ബുക്സ് ആർ ഫോർ യൂസ്. സെക്കൻഡ് പറയുന്നത് എവറി യൂസർ ഹാസ് ഹിസ് ഓൺ ഹെർ ഓൺ ബുക്സ്. ഓരോ വായനക്കാരനും വായനക്കാരിക്കും അവരുടെ ബുക്ക് ഉണ്ടായിരിക്കും. എവറി ബുക്സ് ഹാസ് ഇറ്റ്സ് ഓൺ റീഡർ. ഏത് പുസ്തകത്തിനും അതിൻ്റെ ഒരു വായനക്കാർ ഉണ്ടായി. സേവ് ദ ടൈം ഓഫ് ദ റീഡർ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തെ കാലത്ത് ടൈം സേവ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സാധ്യതകളുണ്ട്, അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് ആ ടെക്നോളജിയെ നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ വിഷ്വൽ ടെക്നോളജി എങ്ങനെ നമുക്ക് ഈ റീഡിങ്ങിനെ വിഷ്വലൈസ് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു പുസ്തകം വായിക്കുന്നതും ഒരു സിനിമ കാണുന്നതും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. എത്രയോ പുസ്തകങ്ങൾ, പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ രജിസാറിൻ്റെ മുമ്പിലൊന്നും പറയേണ്ട കാര്യമില്ല, അത് സിനിമകളാಗಿ മാറിയിട്ടുണ്ട്. പക്ഷെ ആ സിനിമകൾ കാണുമ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ, ആസ് എ മീഡിയ സ്പെഷ്യലിസ്റ്റ്, ആസ് എ ലൈബ്രറിയൻ, ആസ് എ റിസർച്ച് പേഴ്സൺ, ഐ എം ഓൾവേസ് ലീഡിങ് ദ സ്കൂൾ സ്റ്റുഡൻറ് ടീം. അപ്പോൾ കുട്ടികളോട് ഞങ്ങൾ പറയാവുന്നത്, നിങ്ങൾ സിനിമ കണ്ടിട്ട് പുസ്തകം വായിക്കരുത്, നിങ്ങളെ പുസ്തകം വായിച്ച ശേഷം സിനിമ കാണണം എന്നുണ്ട്. ഞങ്ങൾ 2 പേര് ഒരേ ഇടത്ത് നിന്ന് ഒരേ പുസ്തകം ഒരേ സമയത്ത് വായിക്കുമ്പോൾ ആ 2 പേരുടെയും വിഷ്വലൈസേഷൻ, അവരുടെ ഇമാജിനേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. അവർ 2 പേരും കാണുന്ന ആ പുസ്തകത്തിലെ കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങളുടെ വേഷം, ആ കഥാപാത്രങ്ങൾ സഞ്ചരിക്കുന്ന സ്ഥലങ്ങൾ, അതെല്ലാം ഡിഫറെൻ്റ് ആയിട്ട് വരും. അവരുടെ വിഷ്വലൈസേഷൻ, അവരുടെ ഇമാജിനേഷൻ, ആ സ്കില്ല്, അതൊരു സ്കില്ലാണ്, വിഷ്വലൈസേഷൻ സ്കില്ല്. ആ വിഷ്വലൈസേഷൻ സ്കില്ലുള്ളത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ മുന്നിലിരിക്കുന്ന റെസ്പെക്റ്റഡ് ചെയർ ഉൾപ്പെടെയുള്ള ആളുകൾ അത് എങ്ങനെ അത് വിഷ്വൽ എഫക്റ്റാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. അപ്പോൾ അങ്ങനെ ആ സ്കില്ല് ചെറുപ്പത്തിലേ നമ്മുടെ കുട്ടികളിലേക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമുക്ക് അവർക്ക് വായനയുടെ പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണെന്ന്. അപ്പോൾ ഇതിൽ 5 ലോസിനെ ഞാൻ പറ്റി പറഞ്ഞു. 5th 4 എണ്ണം പറഞ്ഞു കഴിഞ്ഞു. സേവ് ദ ടൈം ഓഫ് ദ റീഡർ. 5th വൺ അതിൽ പറയുന്നത് ഇതാണ്: ലൈബ്രറി ഈസ് എ ഗ്രോയിങ് ഓർഗാനിസം. ലൈബ്രറി ഈസ് എ ഗ്രോയിങ് ഓർഗാനിസം. സാധാരണ ഓർഗനൈസേഷൻ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ലൈബ്രറി എങ്ങനെയാണ് ഓർഗാനിസം ആവുന്നത്? ലിവിങ് ഓർഗാനിസം എന്നാണ് നമ്മൾ പറയുന്നത്. ലൈബ്രറി ഈസ് എ ഗ്രോയിങ് ഓർഗാനിസം. അതാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് SR രംഗനാഥൻ എന്ന് പറയുന്ന ഫാദർ ഓഫ് ഇന്ത്യൻ ലൈബ്രറി സയൻസ്, അദ്ദേഹം വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട തിയറികളിൽ 5ാമത്തേത്. അത് വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് ഇവിടെ ഈ അക്കാദമിക് രംഗത്ത്, അക്കാദമിക് യൂണിവേഴ്സിറ്റിയുടെ ഹാളിൽ ഇവിടുത്തെ സാധാരണ വായനശാലകളിലെ ലൈബ്രറിയൻസ് വന്ന് ഇവിടുത്തെ ഈ ഒരു കൊളാബറേഷൻ, ഞാനതാണ് ഈ സെഷൻ്റെ കൂടെ ഞാൻ കൊളാബറേഷനും പാർട്ട്ണർഷിപ്പും കൂടി ചേർത്തുകൊണ്ടാണ് ഞാൻ എൻ്റെ പേപ്പർ പ്രസൻറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ വിഷ്വൽ മീഡിയ അല്ലെങ്കിൽ ടെക്നോളജിയുടെ യൂസിനെ പറ്റി പറയുമ്പോൾ തന്നെ നമ്മളിവിടെ എങ്ങനെയാണ് നമുക്ക് ഇവിടെ കൊളാബറേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത്രയും നിങ്ങൾ ഈ കൂടിച്ചേർന്ന ടീം വർക്ക് എന്ന് വേണം പറയാം. നമുക്ക് അതിനെ എങ്ങനെ നമുക്ക് പ്രാക്ടിക്കലാക്കിയിട്ട് നമ്മുടെ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി, അല്ലെങ്കിൽ ഈ ലൈബ്രറിയുടെ മാക്സിമം റിസോഴ്സ് യൂട്ടിലൈസേഷൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ മൊത്തത്തിലുള്ള പുരോഗതിക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ സ്വതന്ത്രമായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇന്നൊരു
ഒന്ന് സെർച്ച് ബട്ടണിൽ പോയിട്ട് നമുക്ക് വേണ്ടുന്ന സെർച്ച് ചെയ്താൽ ഗൂഗിൾ നമുക്ക് വേണ്ടുന്നിടത്ത് എത്തിക്കും അല്ലേ? അപ്പോൾ ഇതിൻ്റെ സാധ്യതകളെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ലിമിറ്റേഷൻസ്, ഇതിലുണ്ടാകുന്ന അപകടങ്ങൾ, അതും കൂടി നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആസ് എ മീഡിയ സ്പെഷ്യലിസ്റ്റ് എപ്പോഴും ഞാൻ കുട്ടികളോട് പറയാറുള്ളത്, നമ്മൾ എന്ത് നോക്കുമ്പോഴും നമ്മൾ പെട്ടെന്ന് ഗൂഗിളിൽ ഒരു വേർഡിൻ്റെ മീനിങ് അറിയില്ല, ഒരു കാര്യം അറിയില്ല, നമ്മൾ ഗൂഗിളിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ ഒരു സയൻസ് അപ്ഡേറ്റഡ് ആണ്, എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഗൂഗിളിലേക്ക് പോയിട്ട്, മൊബൈലിൽ എല്ലാവരുടെ കയ്യിലുണ്ടാവും, വൈഫൈ ഉണ്ടാവും, അപ്പോൾ ഗൂഗിളിലേക്ക് പോകുന്നു. ഇത് നേരെ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് വിക്കിപീഡിയ പോലുള്ള ചില സോഴ്സിലാണ്. ഇങ്ങനെയുള്ള സോഴ്സിന്റെ സാധ്യത നമ്മളിപ്പോൾ സ്വതന്ത്ര അല്ലെങ്കിൽ നോളജ് എക്സ്പോഷന്റെ കാലത്ത് സ്വതന്ത്രമായിട്ടുള്ള നമ്മുടെ സാധ്യതകൾ അല്ലെങ്കിൽ അറിവ് സ്വതന്ത്രമായി കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. ആസ് എ കോമൺ മാൻ ഇറ്റ്സ് എ റിസോഴ്സ്, ബട്ട് ആസ് എ മീഡിയ സ്പെഷ്യലിസ്റ്റ്, ആസ് എ അക്കാഡമിക് ലൈബ്രറിയൻ, ഞാൻ ഒരിക്കലും എൻ്റെ സ്റ്റുഡൻസിനോട് അത് പറയില്ല. ഞങ്ങൾ അവർക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള ഫ്രീ റിസോഴ്സ് കൊടുക്കില്ല. അത് തമ്മിലുള്ള ഡിഫറൻസ് അതാണ്. അപ്പോൾ നമുക്കൊരു സാധാരണ പൗരന് അല്ലെങ്കിൽ ഒരാൾക്ക് അവരുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനൊക്കെ ഇങ്ങനെയുള്ള ഫ്രീ റിസോഴ്സ് ഉപയോഗിക്കാം. കാരണം വിക്കിപീഡിയ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്, ഐ എം നോട്ട് അഗെയിൻസ്റ്റ് വിക്കിപീഡിയ. പക്ഷേ വിക്കിപീഡിയ ഒരു സാധ്യതയാണെങ്കിൽ തന്നെ അതുപോലുള്ള എത്രയോ സൈറ്റുകളുണ്ട്. അങ്ങനെയുള്ള ഗൂഗിളിലുള്ള എല്ലാ ഡാറ്റ കളക്ഷനിലേക്കും ഈ ഗൂഗിൾ നമ്മളെ നയിക്കും. അതിൽ ഒരു എക്സാമ്പിളാണ് കൂടുതൽ നമ്മൾ എടുക്കുന്നത്. ഒരാളുടെ ബയോ, ഇപ്പോൾ രഞ്ജിത് സാറിനെ പറ്റി നമ്മൾ ടൈപ്പ് ചെയ്തു, അപ്പോൾ രഞ്ജിത് സാറിൻ്റെ ഏറ്റവും ആദ്യം നമ്മൾ എടുക്കുന്നത് വിക്കിപീഡിയയിലേക്കാണ് നമ്മുടെ ആദ്യത്തെ ഇത് പോകുന്നത്, സാധാരണ സെർച്ച് എഞ്ചിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച്. അപ്പോൾ അതിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ലിമിറ്റേഷൻസ്, ഇങ്ങനെയുള്ള സൈറ്റ് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നത് പ്രൊഫഷണൽസ് അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഐ ബിലീവ് ഐ എം എ പ്രൊഫഷണൽ ആൻഡ് എക്സ്പേർട്ട്, ഐ ക്യാൻ upload anything. So I believe myself, that's all. There is no expert review. എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളും ഇങ്ങനെയുള്ള സൈറ്റുകൾ നോക്കുന്നില്ല. അതാണ് ഇതിൻ്റെ ടെക്നോളജിയുടെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ടെക്നോളജിയുടെ സാധ്യതകളെ കുറിച്ചൊക്കെ പറഞ്ഞു. അത് ആർക്കൈവ് ചെയ്യുന്നതിലും ഉള്ള ടെക്നോളജി സാധ്യതകൾ വളരെ പ്രധാനമാണ്. പക്ഷെ ആർക്കൈവ് ചെയ്തിരിക്കുന്നത് ഒരു ഒതൻറ്റിക് ഒരു അതോറിറ്റി ആയിരിക്കണം. ഇപ്പോൾ ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു ഏജൻസി ചെയ്യുമ്പോൾ ആ ഏജൻസി കൊടുക്കുന്ന ഒരു പ്രിവിലേജ് അല്ലെങ്കിൽ ഒരു പോസിബിലിറ്റി അവിടെയുള്ളത് ആർക്കും ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ സാധ്യതകൾക്കനുസരിച്ച് നമ്മളത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോയിക്കോളൂ. യെസ്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു അക്കാഡമിക് ലൈബ്രറി എന്നുള്ള നിലയിൽ എൻ്റെ മിഡിൽ ഈസ്റ്റിലെ അറൗണ്ട് 50 സ്കൂൾസ് വരുന്ന ജെംസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനത്തിൻ്റെ നെറ്റ്വർക്ക് ലീഡറാണ്. അതിൽ ഒരുപാട് നാഷണാലിറ്റീസിലുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞങ്ങൾ എങ്ങനെ ചെയ്തു എന്നുള്ളത് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വർക്ക്ഷോപ്പ്, അത് അവരുടെ ബന്ധപ്പെട്ട് ഒരുപാട് വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തു, പ്രൊഫഷണൽസിനെ കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ വർക്ക്ഷോപ്പ് കൂടാതെ ഓൺലൈൻ മീറ്റിങ്ങുകളൊക്കെ നടക്കുമ്പോൾ നമ്മൾ കൂടുതൽ കൊളാബറേറ്റീവായിട്ടുള്ള ഈ ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ ഭാഗമായിട്ട് നമുക്ക് റിസോഴ്സ് ഷെയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്കിപ്പോൾ അക്കാഡമിക് ലൈബ്രറിയിലുള്ള എത്രയോ ബുക്സ് ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ അല്ലെങ്കിൽ ഒഴിവാക്കും. ആ ബുക്സ് നമുക്ക് നാട്ടിലെ പബ്ലിക് ലൈബ്രറിയിലോട്ട് ഷെയർ ചെയ്താൽ വെറുതെ എക്സ്പോസ് ചെയ്യുന്നതിന് പകരം അവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ അവിടെയുള്ള ഒരു റിസർച്ച് സ്കോളർക്ക് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന് അത് യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ടാകും. അങ്ങനെ റിസോഴ്സ് ഷെയറിങ്, അതോടൊപ്പം തന്നെ ഒരു സ്മാർട്ട് ഗോൾ ഉണ്ടാക്കിയിട്ട് ഈ വർഷത്തിൽ ഇത്ര മാസത്തിനുള്ളിൽ നമ്മൾ ആ സ്മാർട്ട് ഗോൾ അച്ചീവ് ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻ ചെയ്ത് അങ്ങനെയുള്ള അതിലേക്ക് കൊണ്ടുപോവുക. അങ്ങനെ നിരന്തരമായിട്ടുള്ള പഠനങ്ങളും വർക്ക്ഷോപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, മീറ്റിങ്ങുകൾ, സെമിനാറുകൾ ഇതൊക്കെ കണ്ടക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്, അതോടൊപ്പം തന്നെ ഈ കൊളാബറേറ്റീവ് അപ്രോച്ചും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മൾ എങ്ങനെ ഒരു ട്രഡീഷണൽ കോൺസെപ്റ്റിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് പ്ലാറ്റ്ഫോമിലേക്ക് ഈ ലൈബ്രറിയൻസിനെ മാറ്റുക. നമ്മുടെ ഇവിടെയുള്ള ഒരു വായനശാല ലൈബ്രറി ആയാലും അക്കാഡമിക് ലൈബ്രറിയൻസ് ആയാലും എന്നും നിരന്തരം ലൈബ്രറി ഇന്ന് കണ്ടതല്ല, നമ്മൾ ഇന്ന് ഏത് ടെക്നോളജി ആയാലും ഇന്ന് കാണുന്നതല്ല നാളെ, അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ശരിയായിരിക്കണം എന്നില്ല, നാളെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. മാറ്റം സംഭവിക്കാത്ത മാറ്റത്തിന് മാത്രമാണ് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതുപോലെ
ഇന്നത്തെ ഇതിൽ ഉറച്ചു നിൽക്കാതെ നാളത്തെ കാര്യങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായ പഠനം ലൈബ്രറിയൻസിന് അല്ലെങ്കിൽ ഈ രംഗത്തുള്ളവർക്ക് വേണ്ടതാണ്. അപ്പോൾ അങ്ങനെ 21st സെഞ്ച്വറി ലേണിംഗ് സ്കിൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ കൊളാബറേഷൻ, ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റിവിറ്റി, ക്രിയേറ്റീവ് ആണ് എന്ന് പറയുന്നത് തന്നെ നമുക്കത് ഇന്നോവേറ്റീവായിട്ട് പറയാം. അങ്ങനെയുള്ള എല്ലാ 21st സെഞ്ച്വറി ലേണിംഗ് സ്കിൽസും നമുക്കിതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരാൻ വേണ്ടി അക്കാദമിക് രംഗത്ത് മാത്രമല്ല അത് പബ്ലിക് ലൈബ്രറിയുടെ ഭാഗത്തും നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമുക്ക് ഇതിന് വേണ്ട നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കോൺസെപ്റ്റ് ഒരുപാടുണ്ട്. നമ്മൾ ഇന്നലെ വരെ കരുതിയിരുന്ന അതിൻ്റെ അപ്പുറത്ത് ഞാൻ ഒരടി മാറില്ല എന്ന് പറയുന്നതിൽ നിന്ന് നമ്മൾ മാറാൻ വേണ്ടി ശ്രമിക്കുക. ലൈബ്രറിയൻ എന്ന് പറയുന്നത് ഒരു കൊളാബറേറ്ററാണ്, ടീച്ചറാണ്, ലൈഫ് ലോങ് ലേണറാണ്, ലീഡറാണ്, ഇൻഫർമേഷൻ സർവീസ് മാനേജറാണ്, ഫെസിലിറ്റേറ്ററാണ്, മീഡിയ സ്പെഷ്യലിസ്റ്റാണ്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ലൈബ്രറിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നമ്മൾ പറയുമ്പോൾ ലൈബ്രറിയൻ ഒരു വായനശാല അവിടെ ഇരിക്കുന്ന ബുക്ക് എടുത്തു കൊടുക്കുന്ന ബുക്ക് സൂക്ഷിക്കുന്ന ഒരാളായിട്ടല്ല കാണേണ്ടത്. ആ ബുക്സ് എങ്ങനെ നമുക്ക് കൂടുതൽ വായനക്കാരിൽ സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും, അവിടെ കൂടുതൽ ആർക്കൈവ് ചെയ്ത് വയ്ക്കുന്ന അതിനൊരു സമ്പാദകനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓണറായിട്ട് നമ്മൾ ഇരിക്കുകയല്ല വേണ്ടത് എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മൾ സഹായിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ലൈബ്രറി നെറ്റ്വർക്ക്. ഈ നെറ്റ്വർക്ക് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ വലിയ വിഷമുള്ള കാര്യമല്ല. ഇപ്പോൾ തന്നെ ആ നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പല ലൈബ്രറിയൻസും ഈ ഡെലിഗേറ്റ്സ് ആയിട്ട് ഈ സെമിനാറിൻ്റെ ഈ കോൺഫറൻസിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞാനെൻ്റെ ഇത് ചുരുക്കുകയാണ് പ്രസൻറ്റേഷൻ. ഒന്ന് രണ്ട് വീഡിയോസ് കൂടി ജസ്റ്റ് മുഴുവൻ കാണിക്കുന്നില്ല. എങ്ങനെയാണ് നമ്മൾ ടെക്നോളജി അക്കാദമിക് രംഗത്ത് യൂസ് ചെയ്യുന്നത് എന്നുള്ള സംബന്ധിച്ചുള്ള ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. ഞാനത് ടൈമിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് ഷെയർ ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ലാപ്ടോപ്പ് വെറുതെയിട്ട് കാണിച്ചു തരാം. ഇവിടെ കുഴപ്പം തന്നോളൂ. നമ്മുടെ അക്കാദമിക് ലൈബ്രറിയുടെ കാര്യമാണ്. നമ്മൾ കൊച്ചു കുട്ടികളിൽ അല്ലെങ്കിൽ ഒരു മിഡിൽ ഇയർ കുട്ടികളിലൊക്കെ നമ്മുടെ ഒരു വർക്ക് കൊടുക്കുന്നു. സാധാരണ നമ്മൾ പഞ്ചതന്ത്ര കഥകൾ പോലുള്ള നമ്മുടെ കഥകളൊക്കെയാണ് നമ്മൾ കുട്ടികളുടെ കൾച്ചർ അവയർനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കഥകൾ കൊടുത്തിട്ട് നമ്മൾ എങ്ങനെയാണ് വ്യത്യസ്തമായ കൾച്ചറിനോട് റെസ്പെക്റ്റ് ഉണ്ടാക്കുക. ഇന്ത്യയിൽ തന്നെ ഡിഫറെൻറ്റ് കൾച്ചറുണ്ട്. നമ്മുടെ ബോർഡർ കഴിഞ്ഞ് തമിഴ്നാട്, അത് കഴിഞ്ഞ് കർണാടക, അങ്ങനെ മറാത്തി, കാശ്മീരി ആയാലും ബംഗാളി ആയാലും പഞ്ചാബി ആയാലും ഡിഫറെൻറ്റ് കൾച്ചർ, ഡിഫറെൻറ്റ് ലാംഗ്വേജ്. നമുക്കൊക്കെയുള്ളൊരു ലിമിറ്റേഷൻസ് മുമ്പുണ്ടായിരുന്നത് നമുക്കറിയാത്തത് നമുക്ക് പുച്ഛം തോന്നുന്നൊരു കാലമുണ്ട്. അപ്പോൾ കുട്ടികളിൽ ചെറുപ്പത്തിൽ അങ്ങനെ ഒരു സാധ്യത ഇല്ലാതിരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് വേണം? മറ്റുള്ള ലാംഗ്വേജ്, ഇങ്ങനെയൊക്കെ ആളുകളുണ്ട്, അവരുടെ വേഷം ഇതാണ്, ഇതൊക്കെ ചെറുപ്പത്തിലേ അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഫോക്ക് ടെയിൽ സ്റ്റോറീസ് നമ്മൾ യൂസ് ചെയ്യാം. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. എങ്ങനെയാണ് നമ്മളതിനെ അതിനെങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് ഞാൻ വേറെ ഇൻ്റർനാഷണൽ ലെവലിൽ ഇതിനെ സാധ്യത ഉപയോഗപ്പെടുത്തി ക്രൊയേഷ്യയിലും ഫിലിപ്പീൻസിലും ഒക്കെയുള്ള ലൈബ്രറിയുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ കുട്ടികൾ ചെയ്തിട്ടുള്ള ചെറിയ ഷോർട്ട് മൂവീസ് ഞങ്ങൾ അവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും അവിടെ ആ കുട്ടികൾ അതിരുന്ന് കാണുകയും ചെയ്യും. അവർക്ക് ചിലപ്പോൾ മലയാളം അറിയണമെന്നില്ല, അവർക്ക് തമിഴ് അറിയണമെന്നില്ല, അവർക്ക് കാശ്മീരി അറിയണമെന്നില്ല, ബംഗാളി അറിയണമെന്നില്ല, ഒന്നും അറിയണമെന്നില്ല. പക്ഷേ അതിൻ്റെ താഴെ കൊടുക്കുന്ന ഒരു സബ് ടൈറ്റിൽ അവർക്ക് കാര്യം മനസ്സിലാവുകയും അവർ ഇങ്ങനെ വ്യത്യസ്തമായ ഒരു ഇന്ത്യ എന്ന രാജ്യത്ത് ഇത്ര വ്യത്യസ്തമായ ജീവിത പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന കുട്ടികളുണ്ടെന്നും അത് അല്ലെങ്കിൽ വേറൊരു രാജ്യത്ത് മിഡിൽ ഈസ്റ്റിൽ അറബി സംസാരിക്കുന്നവരുണ്ടെന്നും ആ കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെയുള്ള സന്ദേശം അല്ലെങ്കിൽ ഒരു അവയർനെസ് അതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്നുള്ളൂ. ഞാൻ മുഴുവൻ കാണിക്കില്ല. When Birbal's popularity grows more and more, new challenges appear to test his knowledge. This is just a narration. പിന്നെ ആ കുട്ടികൾ ഞാൻ പറയുകയാണ്, കുട്ടികൾ അതിലേക്ക് പോകുന്നു. കുട്ടികൾ അവരുടെ ട്രഡീഷണൽ ഡ്രസ്സിൽ ഒരു സ്റ്റോറി അവർ എല്ലാവരും വായിച്ചിട്ട് അവർ ഗ്രൂപ്പായി അത് സമ്മറൈസ് ചെയ്യുന്നു. ആ സമ്മറൈസേഷൻ ഒരു സ്കില്ലാണ്. അത് സമ്മറൈസ് ചെയ്തിട്ട് പിന്നെ അവർ ആ സ്റ്റോറി അതിങ്ങനെയാണ്.
John Birbal nasıl çünkü Dana the Garden Sahabaşı. Bahkin se Ahsain. కూడా నా ప్రశ్నకి జవాబు ఇవ్వలేదు. అప్పుడు అక్బర్ బీర్బల్ని సభకు పిలిచి పండితుడు ఏమన్నారో Birbal మగిழ்ச்சியாக ఏற்றுకొండ. પુજારી હસ્યા અને બિરબલની મજાક ઉડાવી અને કહ્યું કેવી રીતે કાતરી કરી શકાય. બિરબલે તરત જવાબ આપ્યો. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഇങ്ങനെ വ്യത്യസ്ത ലാംഗ്വേജ്, വ്യത്യസ്ത കൾച്ചറൽ പശ്ചാത്തലത്തിൽ ആ കുട്ടികൾ അവരുടെ പ്രസൻറ്റേഷൻ ചെയ്യുകയും ഈ പ്രസൻറ്റേഷൻ വേറൊരു രാജ്യത്തെ ഒരു സ്കൂളിൽ അക്കാഡമിക് ഏരിയയിൽ പ്രസൻറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇതുപോലെ നമുക്ക് എവിടെയും ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ വായനശാല, ഗ്രാമത്തിലെ വായനശാല, ആ വായനശാലയിൽ നടക്കുന്ന കാര്യങ്ങൾ അവിടുന്ന് ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് മറ്റുള്ള വായനശാലയിലേക്കൊക്കെ അയച്ചു കൊടുക്കാം. അങ്ങനെ ചെയ്യാം. അങ്ങനെ നമുക്ക് ഇതിനെ എങ്ങനെ വായനയെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. ഇതാണ് ഈ കോൺസെപ്റ്റാണ് ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ഒരു തിയറി ഇത് അതേപോലെ ചെയ്യണമെന്നല്ല, ഒരു കാര്യവും ഇതേപോലെ ചെയ്യണമെന്നല്ല, ഇതിന് വേണ്ടുന്ന സാഹചര്യത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെയൊക്കെ വരുന്ന എൻ്റെ നിരന്തരമായ പഠനം, എൻ്റെ യാത്രകൾ, ഇതൊക്കെയാണ് വായനകളൊക്കെ ഇന്ന് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ. അത് എൻ്റെ വർക്ക് അറ്റ്മോസ്ഫിയറിനനുസരിച്ചുള്ള ആ സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ മാറ്റുകയും, അല്ലെങ്കിൽ എൻ്റെ മാനേജ്മെൻറ്റിൻ്റെ താല്പര്യം എല്ലാം ഇതിൻ്റെ ഭാഗമായി വരും. അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ താല്പര്യം ഇതൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ സാധ്യതകളനുസരിച്ച് നമുക്ക് ഈ റിസോഴ്സൊക്കെ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. എത്രയോ നല്ല പുസ്തകങ്ങൾ ഓക്കെ നമ്മുടെ വായനശാലകളിലുണ്ട്. അതെങ്ങനെ മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ള, അല്ലെങ്കിൽ കുട്ടികളിൽ എങ്ങനെ അത് വായനയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായിട്ട്. താങ്ക് യു. Thank you once again. Thank you so much, sir. Thank you for